തെരഞ്ഞെടുപ്പിന് ശേഷം മൊത്തത്തിൽ കോൺഗ്രസ്, കേരളത്തിലെ കോൺഗ്രസ് ഉൾപ്പെടെ, ഞാൻ എല്ലാ ദേശീയ തലത്തിലാണ് പറയുന്നത്, ഇന്ത്യ മുന്നണിക്ക് മുമ്പും ഇന്ത്യ മുന്നണിക്ക് ശേഷവും എന്ന രീതിയിൽ നമ്മൾ കോൺഗ്രസിനെ കാണണം. ഇന്ത്യ മുന്നണിക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവല്ലാതെ അദ്ദേഹം ലോക്സഭയിൽ നടത്തിയ പ്രകടനങ്ങളുടെ പേരിൽ മാത്രം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു കാലം. പക്ഷേ സംഘടനാപരമായ ആ ഹൈക്കമാൻഡ് എന്ന ആ ഒരു ബഹുമാനം പല നേതാക്കൾക്കും കൊടുക്കാൻ വൈമനസ്യം ഉണ്ടായിരുന്നൊരു കാലം. ഇന്ത്യ മുന്നണി നല്ല പ്രതിപക്ഷമാവുകയും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവുകയും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ 13-ൽ ഏതാണ്ട് 11 അങ്ങാണ്ട് കോൺഗ്രസ് മുന്നണി ജയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഹൈക്കമാൻഡിൻ്റെ പ്രസക്തിയായിരുന്നു. അതായത് ഇനി ഒരു നേതാവിനും പഴയ പോലെ വാളെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഹൈക്കമാൻഡ് പഴയ കാലത്തെ പോലെ ശക്തമായി. ഇപ്പോൾ ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഇവിടെ നടത്തിയ നിരീക്ഷണം ഇന്ത്യ മുന്നണിക്കും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ഹൈക്കമാൻഡ് ശക്തിപ്പെട്ടതിന് മുമ്പുള്ള നിരീക്ഷണമാണ്. ഇപ്പോൾ ആ നിരീക്ഷണത്തിൽ യാതൊരു പ്രസക്തിയുമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തെ ഞാൻ തള്ളിക്കളയുന്നില്ല. ഇവിടെ ഈ ക്യാമ്പ്, KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഒരു പുതിയ രീതിയാണ്. സുധാകരൻ വന്ന ശേഷം കേഡർ സ്വഭാവത്തിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ ഒരു രീതിയാണ് ഈ ക്യാമ്പ് എക്സിക്യൂട്ടീവ്. പഴയ കാലത്ത് മണ്ഡലം തലം മുതൽ ക്യാമ്പുകൾ നടത്തിയിരുന്നു. ചരൽക്കുന്ന് ക്യാമ്പുകളെക്കുറിച്ചൊക്കെ ഓർമ്മയുണ്ടാവും സ്മൃതിക്കൊക്കെ. ഒരുപാട് ക്യാമ്പുകൾ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല. ഈ ക്യാമ്പ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് വെറും മൊത്തം ക്രീമായിട്ടുള്ള, അതായത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറയാവുന്ന ലീഡർഷിപ്പാണ്. അതായത് KPCC എക്സിക്യൂട്ടീവും അതുപോലെ ജനറൽ സെക്രട്ടറിമാരും, KPCC സെക്രട്ടറിമാരും ഒരുമില്ല, MLA മാരും. ഇതിൽ അവർ ഉദ്ദേശിക്കുന്ന, എനിക്ക് തോന്നുന്നത്, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ഇനി പ്രവർത്തിക്കാനായിരിക്കാം. അപ്പോൾ ഒരു ഗുണം കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഹൈക്കമാൻഡിനെ ധിക്കരിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തതുപോലെ താഴെ തട്ടിലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് KPCCയെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും പറ്റില്ല. കാരണം കോൺഗ്രസ് ശക്തമായി പഴയ പോലെ സോണിയാഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ പ്രതാപകാലത്തേക്ക് പാർട്ടി എത്തുന്നു എന്നൊരു തോന്നൽ ഈ നേതാക്കൾക്കുണ്ടാകുമ്പോൾ അവർ മൗനം പാലിക്കുകയും അച്ചടക്കം പാലിക്കുകയും ചെയ്യും. അതാണൊരു ഗുണം. വയനാട്ടിലത്തെ ഈ എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനം ഞാൻ 2-3 കാണുന്നത്. ഒന്ന്, അവരുടെ അജണ്ടയിൽ ഇല്ലാത്തൊരു വിഷയമുണ്ട്, അത് ഈ പുനഃസംഘടനയാണ്. രണ്ടാമത്തെ കാര്യം, തദ്ദേശ ഇലക്ഷനും അതുപോലെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തൽ അത് തൃശ്ശൂരും ആലത്തൂരും മാത്രമായിട്ട് മാറിയേക്കാം. തൃശ്ശൂർ വിലയിരുത്തുമ്പോൾ ഇപ്പോൾ സ്മൃതി പറഞ്ഞു മുരളീധരൻ പങ്കെടുക്കുന്നില്ല എന്ന്. മുരളീധരൻ പങ്കെടുക്കുന്നില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി KPCCയുടെ ഒരു തലത്തിലുള്ള ഉന്നത സമിതിയിലും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. ശ്രീ എൻ ശ്രീകുമാർ, ഞാൻ ചോദിച്ചത് ഈ 1.5 മാസത്തിനിടയ്ക്ക് K മുരളീധരൻ പറഞ്ഞത് കേൾക്കാനും അതിന്മേൽ ചില ആലോചനകൾ നടത്താനും ചില ഉറപ്പുകൾ നൽകാനും കഴിയുകയാണെങ്കിൽ മുരളീധരൻ പങ്കെടുക്കുമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പാർട്ടി ഇതുവരെ കടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അല്ല, അത് തെറ്റാണ്. കാരണം മുരളീധരൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ സ്മൃതിയുടെ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടി ഞാൻ പറയാം. KPCCയുടെ 3-അംഗ സമിതി, KC ജോസഫ്, T സിദ്ദിഖ്, അതുപോലെ തന്നെ നമ്മളുടെ ചന്ദ്രശേഖരൻ, ഇവർ 3 പേരും തൃശ്ശൂർ വന്നിട്ട് 2 തവണ സിറ്റിംഗ് നടത്തി പരാതികൾ എഴുതിക്കൊണ്ട് പോയിട്ടുണ്ട്. അവിടെ തോറ്റത്, ഒന്നാമത്തെ പ്രധാന തോൽവിയുടെ കാരണം സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ടാണ്. അത് BJPയുടെ വിജയമായിട്ട് CPM കാണിക്കുമ്പോഴും BJPയുടെ വിജയമായിട്ട് കാണാൻ കഴിയില്ല സ്മൃതി, സംശയം വേണ്ട കാര്യത്തിൽ. അത് സുരേഷ് ഗോപിക്ക് വരും വേറൊരാളായിരുന്നെങ്കിൽ അവിടെ തോൽക്കുമായിരുന്നു. അത് നമ്മൾ ചർച്ച ചെയ്ത വിഷയം, ഞാൻ കടക്കുന്നില്ല. മറ്റ് ജില്ലകളിൽ നിന്ന് അന്യ സംസ്ഥാന തൊഴിലാളികളെ അടക്കം കൊണ്ടുവന്ന് വോട്ടർമാരാക്കുക എന്നൊക്കെയുള്ള തന്ത്രങ്ങളിലേക്ക് BJP കടന്നിരിക്കുന്നു. അത് കാണാതെ പോയി എന്നുള്ളിടത്താണ് നിങ്ങളുടെ സംഘടനാ ദൗർബല്യം വ്യക്തമാകുന്നത്. ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും സംഘടനാ ദൗർബല്യമുള്ള ജില്ലയായി തൃശ്ശൂരിനെ കാണുന്നു എന്നാണ് മുരളീധരൻ തുറന്നടിച്ചിരിക്കുന്നത്. അത് ശരിയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഈ 56,000 വോട്ടർമാരെ ചേർത്തത് കോൺഗ്രസും അറിഞ്ഞില്ല. മാത്രമല്ല, കോൺഗ്രസ് അല്ല അറിഞ്ഞില്ല എന്നുള്ള പോട്ടെ, കേഡർ പാർട്ടിയൊന്നുമല്ല, കേഡർ സ്വഭാവത്തിലേക്ക് വരുന്നതല്ലേ ഉള്ളൂ. CPM അറിഞ്ഞില്ല, CPI അറിഞ്ഞില്ല. കാരണം അത് ചേർത്തത് BJP അല്ല. അതാരും മനസ്സിലാക്കുന്നില്ല. വോട്ട് ചേർത്തത് BJPയുടെ നേതൃത്വത്തിലല്ല, സുരേഷ് ഗോപിയുടെ ഒരു ടീമുണ്ട് തൃശ്ശൂര്. ആ ടീം വളരെ ശക്തമായിരുന്നു. അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം ഒരുപാട് പ്രസ്ഥാനങ്ങൾ നിന്നു, ഒരുപാട് വ്യക്തികൾ നിന്നു. രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, വ്യാപാരികളുണ്ടായിരുന്നു, വ്യവസായികളുണ്ടായിരുന്നു, ഈ ഹൈന്ദവ സംഘടനകളുടെ വക്താക്കളുണ്ടായിരുന്നു, ക്രൈസ്തവ സംഘടനകളുടെ പ്രമുഖരുണ്ടായിരുന്നു. ഇതൊക്കെ കാണണമല്ലോ, അത് BJP അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പല കാരണങ്ങളുണ്ട്. അത് കോൺഗ്രസിനെ പോലെ ഇടതുമുന്നണിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും വലിയ കാര്യമാണല്ലോ VS സുനിൽകുമാർ നടത്തുന്ന പ്രസ്താവനകൾ.
ഇപ്പോൾ മേയറും CPM തമ്മിലുള്ള ആ ഒരു മേയറും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഒരു ബാന്ധവം ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞുവന്ന് നിർത്താം. അതായത് ഇപ്പോൾ KPCCയുടെ ഈ ക്യാമ്പ് എക്സിക്യൂട്ടീവോടെ നടക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെ പ്രസക്തമായിട്ട് വരും. ഒന്ന്, തദ്ദേശ ഇലക്ഷനിൽ ജയിക്കണമെങ്കിൽ ഇന്നത്തെ സംവിധാനം കൊണ്ട് നടക്കില്ല. രണ്ട്, പുനഃസംഘടന ഇല്ലാണ്ട് തദ്ദേശ ഇലക്ഷനിൽ ജയിക്കാനും പറ്റില്ല. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചത്, UDF ജയിച്ചത് ജനങ്ങൾ ഉണ്ടാക്കിയ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ജനങ്ങൾ ഉണ്ടാക്കിയ അജണ്ട? അത് LDF ഗവൺമെൻറ് വിരുദ്ധമാണ്. അത് തദ്ദേശ ഇലക്ഷനിൽ പ്രതിഫലിക്കണമെന്നില്ല, കാരണം അവിടെ വാർഡിലത്തെ ജനസ്വാധീനം ഭയങ്കരമാണ്. അങ്ങനെ വരുമ്പോൾ സംഘടനാ തലത്തിൽ താഴെ തട്ടിൽ കോൺഗ്രസ് ശക്തമാക്കണം. അത്തരത്തിലൊരു തീരുമാനം ഈ ക്യാമ്പ് എക്സിക്യൂട്ടീവ് എടുത്താൽ മാത്രമേ തദ്ദേശ ഇലക്ഷനിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് ലഭിക്കാൻ കഴിയുകയുള്ളൂ. അത് ലോക്സഭാ ഇലക്ഷനിലെ 18 സീറ്റുകളിലെ വിജയം ജനങ്ങളുടെ പൊതു അജണ്ടയുടെ ഭാഗമായിരുന്നുവെങ്കിൽ തദ്ദേശ ഇലക്ഷനിൽ ജയിക്കണമെങ്കിൽ വാർഡ് തലത്തിൽ, മണ്ഡലം തലത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ അവരുടേതായ അജണ്ട രൂപപ്പെടുത്തി വാർഡുകളിൽ സജീവമാകണം. അതിനുവേണ്ടി ഈ സംഘടന ശ്രമിക്കുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അവിടെ ഇനി പരസ്യ പ്രസ്താവന കൊണ്ട് ഗുണം പറ്റില്ല, കാരണം ഹൈക്കമാൻഡ് ശക്തമായി. ശരി. Debate with Smriti Parithikad.